ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? പട്ടിണി നാടായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളില്ല, വ്യവസായമില്ല. ആ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ബക്ര നങ്കൽ പദ്ധതി. അതുപോലെ തന്നെ ഇന്ത്യയിലെ വ്യാവസായിക മേഖലയിൽ ഉരുക്ക് ഘനവ്യവസായങ്ങൾ. ആ ഘനവ്യവസായങ്ങൾക്കൊക്കെ സോവിയറ്റ് സഹായമായിരുന്നില്ലേ? റൂർക്കലയിൽ ഘനവ്യവസായം സോവിയറ്റ് യൂണിയന്റെ സഹായമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ തന്നെ കാർഷിക വ്യാവസായിക രംഗത്തെ പുരോഗതി നേടിയത്. കൃത്യമായി പറയുന്നു, ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബാലറ്റിലൂടെ 1957 അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ ചിലർ എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെ പറഞ്ഞു. കൃത്യമായ രീതിയിൽ തന്നെയാണ് അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ഇന്നത്തെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത്. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെ തുടർച്ചയായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിലൊക്കെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ആകെ മുഖം മാറുമായിരുന്നു. അതുകൊണ്ട് പലർക്കും ദുഃഖമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പിന്നീട് തുടർച്ചയായി ഉണ്ടായില്ല. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ വിമോചന സമരം നടത്തി, നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടു. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റായിരുന്നു. ആ ഗവൺമെന്റിനെയാണ് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിട്ടത്. അതിലൊക്കെ ദുഃഖിക്കുന്നുണ്ടാകും അദ്ദേഹം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. അല്ല, ഞങ്ങളെക്കുറിച്ചായിരിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു ഭാഗം അല്ലെങ്കിൽ നല്ലൊരു ഭാഗം BJP ഗവൺമെന്റിനെതിരായിട്ടുള്ള കുന്തമുനയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്റെ നിരീക്ഷണം. അതല്ലാതെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. EMSനെ ഉദ്ധരിക്കും. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ EMS നൽകിയിട്ടുള്ള വലിയൊരു സംഭാവനയുണ്ട്. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് കേരളത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുപോലെ തന്നെ ഇന്നത്തെ കേരളത്തിന് അടിത്തറ പാകിയത് EMS ആണ്. സ്വാഭാവികമായും EMSനെ ഉദ്ധരിക്കും. അത് ഓരോ 1957 കഴിഞ്ഞ് കുറേ കാലഘട്ടങ്ങൾ മാറി. അതനുസരിച്ചുകൊണ്ട് തന്നെ EMSനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ ഇന്ന് സ്മരിക്കുന്നത് നല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ ആരും ഉണ്ടാവില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിലുമില്ല. തെറ്റായി വ്യാഖ്യാനിക്കരുത് നിങ്ങൾ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒന്നും ഞാനത് ആ പ്രസംഗം തേച്ചു നോക്കി. ആ പ്രസംഗത്തിലൊന്നും കേരളത്തെ ബാധിക്കുന്നതേയല്ല. അദ്ദേഹം പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അതിനെ ഈ ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരം കയറിയിട്ടുള്ളവരുണ്ട്. അവർക്കിതിനെ എങ്ങനെയെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിനും CPMനും പിണറായി വിജയനുമെതിരായി തിരിച്ചുവിടാൻ കഴിയും, അതിനുള്ള നല്ല ശ്രമം നടത്തുന്നു. അത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ കാണുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ പ്രസംഗം ഞാൻ കേട്ടു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് BJP ഗവൺമെന്റിനെതിരായി ഇന്ത്യയിൽ ഒരു ഫാസിസ്റ്റ് ഭീകരത, ഇന്ത്യൻ പാർലമെന്റിൽ 146 MPമാരെ പാർലമെന്റ് പുറത്താക്കി, എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വന്തം പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിശ്ചയിക്കത്തക്ക നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള ആ സബ് കമ്മിറ്റിയിൽ നിലവിൽ ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവാണ്. ആ 3 അംഗ സമിതിയെ പുനഃസംഘടിപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭൂരിപക്ഷം ഭരണകക്ഷിക്കായില്ലേ? അങ്ങനൊരു ഫാസിസ്റ്റ് പ്രവണത രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭീകരതയിലേക്ക് രാജ്യത്തിനകത്ത് ഉയർന്നു വരുന്ന വർഗീയ ധ്രുവീകരണം ഏത് മനുഷ്യസ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഏത് മനുഷ്യസ്നേഹിയുടെയും കവികളുടെയും സാഹിത്യകാരന്മാരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത സംസ്കാരം തകർക്കപ്പെടുകയാണ്. അത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ അവർ പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടാകും. ഞാൻ കാണുന്നത് അതാണ്. അദ്ദേഹം പോലും പറഞ്ഞു ഇടതുപക്ഷം പഴയ മൂല്യങ്ങളിൽ നിന്നും മാറുന്നുവെന്ന് ഒരു പരസ്യമായ ഒരു വേദിയിൽ അദ്ദേഹം അങ്ങനെയൊന്നും പ്രസംഗിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗത്തെ എന്താ കാണുന്നൊരു പ്രവണത, പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക. അതിൻ്റെ നല്ലൊരു ഒരു രൂപഭാവം ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ എല്ലാം ഉള്ളത് വലതുപക്ഷ സ്വാധീനം, വലതുപക്ഷ ശക്തികൾക്ക് ഒരു സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്ന ഒരു ശീലം കാണുന്നു.
ഈ കാരണഭൂതർ തിരുവാതിര ഡാൻസ് ഒപ്പം തന്നെ ഈ കഴുകൻ ഒരു ഗാനമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ വ്യക്തിപൂജയാണെന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ തന്നെ വിമർശനം വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് MTയുടെ ഈ വിമർശനത്തെ ഈ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പലരുടെയും വീടുകളിലൊക്കെ മഹാത്മജിയുടെ പടമില്ലേ, നെഹ്റുവിൻ്റെ പടമില്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ പടമില്ലേ, അയ്യങ്കാളിയുടെ പടമില്ലേ, പിന്നെ ആർ ശങ്കരൻ്റെ പടമില്ലേ, ചട്ടമ്പി സ്വാമികളുടെ പടമില്ലേ, മന്നത്ത് പത്മനാഭൻ്റെ പടമില്ലേ, EMSന്റെ പടമില്ലേ, AKGയുടെ പടമില്ലേ? എങ്ങനെയാ വരുന്നത്? ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തികളിൽ അവരെ കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും വീരാരാധനയുണ്ട്. അവരുടെയെല്ലാം നേതാക്കളുണ്ട്. അവരോടെല്ലാം ഉള്ള അങ്ങേയറ്റത്തെ അതിരുകവിഞ്ഞ വാത്സല്യവും സ്നേഹവും വിശ്വാസവുമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നേതാക്കളെയൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും, പാട്ടെഴുതും, പാട്ട് പാടും, നാടകമെഴുതും, സിനിമയുണ്ടാക്കും. എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏതെല്ലാം ധീരപുരുഷന്മാരുടെ പേരും സിനിമയുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായും കലാരംഗത്തുള്ളവർക്ക് അവർക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു വികാരങ്ങൾ ഇത്തരത്തിലുള്ള സാഹിത്യരംഗങ്ങളിലും സൃഷ്ടികളിലും പ്രകടിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വീരാരാധനയല്ല. ഞങ്ങൾ വ്യക്തിത്വത്തെ നിഷേധിക്കുന്നവരല്ല. EMS ഒരു പ്രതിഭയാണ്. ഈ പിണറായി വിജയൻ ഒരു പ്രതിഭയാണ്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഒരു അസാമാന്യമായ പ്രതിഭയായിട്ടാണ് പലരും കാണുന്നത്, ഞാനും കാണുന്നത്. അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, കോൺഗ്രസിൻ്റെ നേതാക്കൾ, BJPയുടെ നേതാക്കളെ ഇങ്ങനെ ആരാധിക്കുന്നില്ലേ? അവരെല്ലാം അവർ പൂജിക്കുന്നില്ലേ? അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തി ആരാധനയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ആരാധിക്കുന്നില്ല. പക്ഷേ ഈ പൊതുസമൂഹത്തിലുണ്ടാകുന്ന വികാരങ്ങൾ കവിത എഴുതുന്നവരിലൂടെ വന്നിട്ടുണ്ടാകാം. ഈ മുൻകാലങ്ങളിൽ ഇത്തരം ചില പ്രവണതകൾ ഉണ്ടായ സമയത്ത് പാർട്ടി ശക്തമായി നേരിട്ടിരുന്നു. എല്ലാ കാലത്തും, മുമ്പ് മാത്രമല്ല, എല്ലാ കാലത്തും വ്യക്തി ആരാധനയെയോ അതുപോലെ തന്നെ വ്യക്തിപൂജയെയോ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. അതിനെ എല്ലാ കാലത്തും വിമർശിക്കുകയും തിരുത്തൽ വരുത്തുകയും ചെയ്തിട്ടുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഈ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവരുടെ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും, ആ പരിശോധനകൾ നടത്തും. അതിൻ്റെ പാർട്ടി സംഘടന, അതുപോലെ പാർട്ടി വ്യക്തികൾ, നേതാക്കൾ എല്ലാവരും സ്വയം വിമർശനം എന്ന പാർട്ടിയുടെ സംഘടനാപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സമീപിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിലേ ഉള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. എല്ലാം ആരോഗ്യപരമായി കാണുന്ന പാർട്ടിയാണിത്. മനുഷ്യന്റെ ഈ സമൂഹത്തിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലേ? വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമില്ലേ? അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടാകും. അത് ആ നിലയിൽ കാണേണ്ടതേ ഉള്ളൂ. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരണം കൊടുത്ത് മാധ്യമങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് തെറ്റ്. ആ പ്രവണതയാണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടത്.